എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ നിലപാട് കടുപ്പിച്ച ക്രൈസ്തവ സഭകളുമായി സമവായ നീക്കം തുടർന്ന് സർക്കാർ. വിഷയം പരിഹരിക്കുമെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിനെ നേരിട്ട് കണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉറപ്പു നൽകി. വിഷയത്തിൽ ഭീഷണി വേണ്ടെന്ന ശിവൻകുട്ടിയുടെ പരാമർശം വിവാദമായതോടെയാണ് സർക്കാർ അനുനയ നീക്കം തുടങ്ങിയത്. ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ മാനേജ്മെന്റുകൾക്കെതിരെ നേരത്തെ കടുത്ത നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ചത്. എതിർപ്പുണ്ടെങ്കിൽ നിയമപരമായി നീങ്ങണമെന്നും സർക്കാരിനെതിരെ രാഷ്ട്രീയ സമരം നടത്തുകയല്ല വേണ്ടതെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഇത് വലിയ ചർച്ചയായി. പിന്നാലെ വിവിധ ക്രൈസ്തവ സഭകൾ മന്ത്രിക്കെതിരെ രംഗത്ത് വന്നു. തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ വിവാദം ഗുണം ചെയ്യില്ലെന്ന വിലയിരുത്തലിലാണ് സർക്കാർ സമവായ നീക്കം തുടങ്ങിയത്. ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തെത്തിയ മന്ത്രി വി ശിവൻകുട്ടി ബിഷപ്പ് തോമസ് തറയിലുമായി അരമണിക്കൂർ സംസാരിച്ചു. വിഷയം പരിഹരിക്കുമെന്ന് മന്ത്രിയുടെ ഉറപ്പ്. ചർച്ചയിലൂടെ പ്രശ്നത്തിന് പരിഹാരം കാണും. അതിന് ബന്ധപ്പെട്ട ആൾക്കാരുടെ യോഗം 13-ാം തീയതി വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിന് ശേഷം പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലപാട് മയപ്പെടുത്തി സർക്കാർ മുന്നോട്ടു പോകുന്നതിൽ സഭയ്ക്കും പ്രതീക്ഷയുണ്ട്. സർക്കാർ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ പ്രശ്നത്തെ എടുക്കുകയും അതിനെ കേവലം ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല, പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ്. പൊതുവിദ്യാഭ്യാസത്തെ തളർത്തുന്ന ഒരു നടപടിയാണ് അധ്യാപകർക്ക് ശമ്പളമില്ലാതിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരതിനെ വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കുന്നു എന്ന് കാണുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അത് ഫലവത്താവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഓർത്തഡോക്സ് സഭയടക്കം വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു. ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തിങ്കളാഴ്ച യോഗം വിളിച്ചിട്ടുണ്ട്. വിവിധ മാനേജ്മെന്റുകളുമായി യോഗത്തിൽ ആശയവിനിമയം നടത്തും. എന്നിട്ടാകും തുടർ നീക്കങ്ങൾ. ന്യൂസ് മലയാളം, കോട്ടയം.